ബോഡി ഗാർഡ്. രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവിടെ ആരോടൊന്നും പറയാനൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ നാളെ വരാം. അയാൾ പറഞ്ഞതിന് മറുപടി പറയാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ശിവൻ പുറത്തേക്ക് നടന്നു. എങ്ങനെ പോവും? സിദ്ദീഖ് കൊണ്ടാക്കും. അലീത അതിലേതാന്ന് വെച്ചാൽ കാർ എടുത്തോ, നാളെ തിരികെ അതിൽ വന്നാൽ മതി. ശിവനൊന്നിന്ന് തിരിഞ്ഞ് അയാളെ നോക്കി പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അവർ നെറ്റി വിളിച്ച് അവനെ നോക്കി. ബൈക്കോ? അതാണെങ്കിലും ഇവിടെ ഉണ്ട്. എനിക്കൊരു വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇതുവരെ അങ്ങനെയൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോ എന്താ ചെയ്യുക? ഈ അവസ്ഥയിൽ ദ്രൗപദിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നിനക്കും അറിയാതെ വന്നാ അത് ശരിയാവില്ലല്ലോ. ഹാജിയാർ ആലോചനയോടെ പറഞ്ഞു. അത് കേട്ട് ശിവനൊന്നും മിണ്ടിയില്ല. സാറില്ല, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നാളെ വരുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനേ ആധാർ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള രേഖകൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊണ്ടുവന്നായി. എനിക്കൊരു രേഖയുമില്ല. ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഒരു രേഖയില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ജീവിക്കാൻ അങ്ങനെയുള്ള കുറച്ച് രേഖകൾ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനതിനെ ശ്രമിച്ചിട്ടുമില്ല. അതും പറഞ്ഞ് ശിവൻ പുറത്തേക്ക് പോയി. ചേടാ, വല്ലാത്തൊരു പഹയൻ തന്നെ. റബ്ബേ, ഇങ്ങനെയും മനുഷ്യനുണ്ടോ? സിദ്ദീഖ് അറിയാതെ അവൻ പോയ വഴിയെ നോക്കി ചോദിച്ചു പോയി. ഇജ്ജ് പറഞ്ഞേ ശരിയാ. ഇങ്ങനൊരു അറാൻ പിറന്നോനെ ഈ വയസ്സിനിടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കരീമിക്കൊക്കെ എന്ത് പാവായിരുന്നു. എൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും ഇങ്ങനെ നിന്നിട്ടില്ല. ഈ പ്രായം വരെ ഞാൻ പറയുന്ന കേട്ട് നിന്നിട്ടുള്ളല്ലാതെ ഒന്നുപോലും തടഞ്ഞിട്ടില്ല. ഇവനെ മെരിക്കാൻ ഇത്തിരി പാടാ. അത് കേട്ട് ചിരിയോടെ ഹാജിയാർ പറഞ്ഞു. കവലച്ചട്ടമ്പിയായി എനിക്ക് അന്നോടുള്ള മോഹബത്തിലാ അന്നെ നമ്മൾ കിട്ടുന്നത്. അതുപോലെ ഇവനൊരു നാളൊരു മൊഞ്ചത്ത് വരും. അവള് പറയുന്ന എന്തോ ഒന്നും മിണ്ടാതവൻ കേട്ട് നിൽക്കുകയും ചെയ്യും. ചെറുപുഞ്ചിരിയോടെ പറയുന്ന ആളെ നോക്കി ഒരു ചിരിയോടെ ആമിനുമ നടന്നു. തിരികെയുള്ള യാത്രയിൽ ശിവൻ ബസ്സിൽ നിന്ന് ഓരോ ആലോചനയിലായിരുന്നു. പട്ടാമ്പി പട്ടാമ്പി എന്നുള്ള കണ്ടക്ടറുടെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അവൻ വേഗം എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോയിലേക്ക് കയറി. എവിടേക്കാ? ഓട്ടോക്കാരൻ്റെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു, മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിനടുത്തായി ഓട്ടോ നിന്നു. ശിവൻ ഓട്ടോയിൽ നിന്നിറങ്ങി പണം കൊടുത്തുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് നടന്നു. പോകുന്ന വഴി തന്നെ അവൻ തൻ്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്ന് തൊഴുകൈയോടെ വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ തിരുമേനി പൂജ കഴിഞ്ഞ് പ്രസാദം കൊണ്ട് തിരിഞ്ഞ് ഓരോരുത്തരിലേക്കും വന്നു. ശിവൻ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തിരുമേനി എല്ലാവർക്കും പ്രസാദവും തീർത്ഥവും കൊടുത്തുകൊണ്ടിരുന്നു. ശിവൻ കൈ നീട്ടിയതും പ്രസാദം കൊടുത്തുകൊണ്ട് തീർത്ഥം കൊടുക്കാനായി മുഖമുയർത്തി നോക്കിയതും അവനെ കണ്ട് തിരുമേനിയുടെ മുഖം വിടർന്നു. ശിവ, അയാൾ സ്നേഹത്തോടെ വിളിച്ചു. അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. പിറകെ നിൽക്കുന്ന ആളുകൾക്ക് തിരക്കൂടുന്ന കണ്ട് ശിവൻ പറഞ്ഞു, ഞാൻ വെളി കാണും, അപ്പൊ തീർത്തിട്ട് വന്നാൽ മതി. അതും പറഞ്ഞ് ശിവൻ പ്രസാദത്തിൽ നിന്നൊരു കഷ്ണം എടുത്ത് വായിലിട്ടുണ്ട് അവിടുന്ന് മാറി. കുറച്ചേറെ നേരത്തിന് ശേഷമാണ് സുബ്രഹ്മണ്യൻ ശിവൻ അരികിലേക്കായി വന്നത്. അലക്ഷ്യമായി അങ്ങിങ്ങായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സുബ്രഹ്മണ്യൻ നടന്നു വരുന്നവൻ കണ്ടത്. അയാൾ ഒരുപാട് വയസ്സായതുപോലെ അവന് തോന്നി. ചെറിയൊരു പുഞ്ചിരിയോടെ സുബ്രഹ്മണ്യൻ അവനരികിലായി വന്നു നിന്നു. ശിവ, എന്നെ കോലണ്ടായത്? നല്ല ആളാ പറയുന്നു. ശിവന്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് അയാൾ അവനെ നോക്കി വിളറിയ ചിരിയിരിച്ചു. അപ്പായുടെ കണ്ണിലെ വിഷമം എന്തിനെന്ന് അറിയാമെങ്കിലും ഇത്രയും ക്ഷീണത്തോടെ അയാളെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. എപ്പോഴും വളരെ ഊർജ്ജസ്വലമായി കച്ചേരിയും പാടി നടക്കുന്ന ആളിൽ നിന്ന് ഇപ്പോഴുള്ളവനെ കാണേ അവന് സങ്കടം തോന്നി. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി അതും പറഞ്ഞിങ്ങനെ നടന്നാൽ ശരിയാവോ? പോയാൾ തിരികെ വരുമോ? ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അത് കേട്ട് ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അവനെ നോക്കി പറഞ്ഞു, പോയത് എന്നെ ഉയിരിടാ, എപ്പടി സങ്കടപ്പെടാമായിരിക്കും. അറിയാപ്പാ. എന്നാലും അവൻ മുഴുവൻ ചോദിക്കാതെ പാതിയിൽ നിർത്തി. അമ്മ എന്തിനാ ഇങ്ങനെയൊരു ചതി ഞങ്ങളോട് ചെയ്തെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക അവള്. അയാളുടെ മറുപടിയിൽ അവൻ നിശബ്ദനായി നിന്നതേ ഉള്ളൂ. അതെല്ലാം വിട്, എപ്പടി ഇരിക്ക നീ? ഗുണ്ടാപ്പണി പോയിരിക്കുക. അവനൊന്നും മിണ്ടാതെ അയാളെ നോക്കി സൗമ്യമായി ഒന്ന് ചിരിച്ചു. അവന്റെ ചിരിയിൽ അയാൾ അവനെ നെറ്റി വിളിച്ച് നോക്കി. എന്നടാ ഇതെന്ത് ഭാഷയപ്പാ? ഒന്നുകിൽ മലയാളത്തിൽ പറയണം, അല്ലെങ്കിൽ തമിഴിൽ. ഇതൊരുമാതിരി രണ്ടും കൂടി ചേർത്ത് ഒരു അവിയൽ പരുവായിട്ട് അവൻ അയാളെ കളിയാക്കി. ഓടാ. അവൻ കളിയാക്കുന്ന കേട്ട് അയാൾ അവനെ ചെറുതായിട്ടൊന്ന് തള്ളി. തമിഴ് എനിക്ക് പറ്റമ്മയാടാ, മലയാളം പോറ്റമ്മയും. രണ്ടും കൂടെ കൂടെ വരും. ഇനി ആ മലയാളത്തിലേ പറയൂ, പോരെ? അവൻ മതിയെന്ന് തലയാട്ടി. ലച്ചുവാദി എങ്ങനെ, സുഖമായിട്ടിരിക്കുന്നോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. വെങ്കി പോയ സങ്കടം രണ്ടുപേർക്കുണ്ടെങ്കിലും അമ്മയും ഞാൻ വിഷമിക്കരുതെന്നോർത്ത് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാറില്ല. വെങ്കി സഹിക്കുന്നില്ലടാ, ഞാൻ ചെല്ലോ. അയാളുടെ ഹൃദയം വെങ്കിയെക്കുറിച്ച് പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അകാലത്തിൽ മരണപ്പെട്ടുപോയ തന്റെ മകനെ ഓർത്ത് അയാളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ശിവൻ അയാളെ ആൽത്തറയിലായി പിടിച്ചിരുത്തി. സുബ്രഹ്മണ്യ അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് തന്നെ മുഖം ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ടിരുന്നു.
ശിവൻ അയാളുടെ സങ്കടത്തിൽ നിസ്സഹായതയോടെ നോക്കി നിന്നു. വെങ്കിടേഷ സുബ്രഹ്മണ്യ അയ്യർ, സുബ്രഹ്മണ്യത്തിന്റെയും അംബികാമ്മയുടെയും മൂത്ത മകൻ. ഇളയവർ ഇരട്ടകളായ വരലക്ഷ്മി, ആദിലക്ഷ്മി. അപ്പയുടെ ക്ഷേത്രങ്ങളിൽ നീട്ടുന്ന വളരെ തുച്ഛമായ വരുമാനത്തിലും അംബികാമ്മയുടെ ഡാൻസ് ക്ലാസ്സിലൊക്കെ ആയിട്ടായിരുന്നു അവരുടെ കൊച്ചു ജീവിതം മുന്നോട്ട് പോയത്. മക്കൾ 3 പേരും പഠിക്കാൻ മിടുക്കരായിരുന്നു. പഠിക്കാൻ മിടുക്കനായവൻ MBA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് കോളേജിലേക്കുള്ള ഇന്റർവ്യൂ വഴി ജോബി ശരിയായി. വെങ്കിക്ക് ജോലി കിട്ടിയപ്പോഴുള്ള അപ്പയുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അത്രയും സന്തോഷത്തിൽ അപ്പയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മോന് ജോലി ശരിയായി എന്ന് എല്ലാവരോടും പറയുമായിരുന്നു. ശിവൻ പഴയതെല്ലാം വീണ്ടും ഓർത്തു. അപ്പ ആ ക്ഷേത്രത്തിൽ നിന്ന് പോയ ശേഷം മാസത്തിൽ ഒരു തവണയെങ്കിലും എന്നെ കാണാൻ വരുമായിരുന്നു. വരുമ്പോൾ എനിക്കായി കുറച്ച് സാധനങ്ങളും കൊണ്ടുവരും. കൂടുതൽ അംബികാമ്മ ഉണ്ടാക്കി കൊടുത്തുവിട്ട ആഹാര സാധനങ്ങളാവും. ചോറും തൈര് സാധവും കൊണ്ടാട്ടവും ഒക്കെയായി ആ ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അവിടെ എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാം. ആരുമില്ലാത്ത എന്നെ അവർക്ക് ഒരുപാട് സ്നേഹമായിരുന്നു. എങ്കിലും അവരാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവരെന്നെയും കണ്ടിട്ടില്ല. എനിക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. ജാതിയോ മതമോ ഏതെന്നറിയാത്ത എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പാവുക്ക് ആവില്ലായിരുന്നു. മാസത്തിൽ ഒരിക്കൽ അപ്പ വന്നാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ എപ്പോഴോ തന്റെ കൈകരുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അപ്പയ്ക്ക് എന്നോട് ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു. പിന്നീട് തന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാവാം എത്രയൊക്കെ വരില്ലെന്ന് പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും എല്ലാ മാസത്തിലും വരുന്ന സമയമാകുമ്പോൾ അപ്പ വരുമായിരുന്നു. ആ സമയത്തൊക്കെ അപ്പായുടെ വായിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന പേരാണ് ലച്ചു, ആദിയും വെങ്കിയും ഒക്കെ. അപ്പയുടെ സംസാരത്തിനിടയ്ക്ക് വരുന്ന പേരുകളെല്ലാം കണ്ടിട്ടില്ലെങ്കിലും തന്റെ മനസ്സിൽ പതിഞ്ഞവയായിരുന്നു. നേരിട്ട് കാണാതെ തന്നെ സ്വയം അവർക്ക് തന്റെ മനസ്സിൽ ഓരോ ചിത്രങ്ങളുണ്ട്. കുഞ്ഞുനാളിലൊക്കെ അവരെക്കുറിച്ച് അപ്പ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു തനിക്ക് മാത്രം കുടുംബമില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ വലുതായപ്പോൾ അതൊന്നും ചിന്തിച്ചില്ല. താൻ എന്തെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അപ്പ അവരെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മാസത്തിലൊരിക്കൽ തന്നെ കാണാൻ വരുന്ന അപ്പയുടെ പ്രിയപ്പെട്ടവരെന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പറയുമ്പോഴുള്ള അപ്പയുടെ സന്തോഷം കൊണ്ട് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എങ്കിലും വെങ്കിക്ക് ജോലി കിട്ടിയപ്പോഴെല്ലാം അപ്പ വലിയ സന്തോഷത്തിലായിരുന്നു. കുടുംബം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഇനി ആദിക്കും ലച്ചുവിനും അവരുടെ ഇഷ്ടം പോലെ മെഡിസിന് ചേരാമെന്ന് അപ്പ എപ്പോഴും പറയുമായിരുന്നു. വെങ്കിയുണ്ടല്ലോ അവരുടെ കാര്യം നോക്കാനെന്ന് ആകെ സന്തോഷത്തിലായിരുന്നു ഈ മനുഷ്യൻ. പക്ഷേ അവരുടെ ആ സന്തോഷം ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല. അതാവും ആ കുടുംബം ഇന്ന് തോരാ കണ്ണീരിൽ വീണതും. ശിവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സുബ്രഹ്മണ്യത്തെ നോക്കി. പിന്നെ അയാൾക്കരികിലായിരുന്നു. മുഖം അമർത്തിയൊന്ന് തുടച്ച അയാൾ അവനെ നോക്കി. ലച്ചു ആദി ഇപ്പൊ വീട്ടിലുണ്ട്. അയാൾ പതിയെ പറഞ്ഞു. അവരിനി പഠിക്കാൻ പോകുന്നില്ലെന്ന്. ഇപ്പൊ അമ്പയുടെ ഡാൻസ് ക്ലാസ് അവരാ നോക്കുന്നത്. ഇനി അതുമായിട്ട് മുന്നോട്ട് പോവെന്നാ അവര് പറയുന്നത്. ഞാൻ എന്ത് പറയാനാടാ? അവർക്കറിയാം അവരുടെ ആഗ്രഹം ഇനി എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്ന്. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം നേർത്തു. ശിവൻ അയാൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. വയ്യടാ, എങ്ങനെയെങ്കിലും ആദ്യം ലച്ചുവിനെ ആരുടെയെങ്കിലും കൂടെ വിവാഹം കഴിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ പിന്നെ എൻ്റെ വെങ്കിയുടെ അടുത്തേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയാ അപ്പ ഈ പറയുന്നത്? നിനക്കറിയില്ലേടാ, താൻ ജീവിച്ചിരിക്കുമ്പോൾ തേനെ പാലിയെന്ന് വളർത്തിയ സ്വന്തം മകൻ മരിക്കുമ്പോഴുള്ള വേദന. വയ്യടാ ഇങ്ങനെ നേറി ജീവിക്കാൻ. ആണോ? എങ്കിൽ ഓടിപ്പോയി മരിച്ചോ. എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്? പിന്നെ ലച്ചുവിനോട് ആദ്യോടും പറയണം പഴയ പോലെ പഠിക്കാൻ പോവാൻ. ആരുടെയെങ്കിലും തലയിൽ കെട്ടി വെച്ചിട്ട് അപ്പ ചാവാൻ നോക്കണ്ട. അവർ സ്വന്തം കാലം നിൽക്കട്ടെ. അവരെ ഞാൻ പഠിപ്പിച്ചോളാം. ശിവൻ പറയുന്നിട്ട് അയാളൊന്ന് ഞെട്ടി അവനെ നോക്കി. പിന്നെ വേദനയോടൊന്ന് ചിരിച്ചു. അപ്പ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു? എന്നെ കൊണ്ട് കഴിയില്ലെന്ന് എഴുതിയിട്ടാണോ? അതോ അവർക്ക് കൊടുക്കാൻ ഞാൻ അവിടെ ആരുമില്ലെന്ന് തോന്നിയിട്ടോ? എന്താടാ നീ? ഞങ്ങളങ്ങനെ നിന്നെ കരുതിയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരാരും നിന്നെ കണ്ടിട്ടില്ലെങ്കിലും നീ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ശിവ, ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലടാ. അതിന് ഒരുപാട് പൈസയാവും. നീ ചൂണ്ടെടുത്താൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. അവരിൽ ഒരാൾ മാത്രമായിട്ട് പോവുകയില്ല. എന്നാലും അവൻ പറഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. ഞാൻ നാളെ മുതൽ പുതിയൊരു ജോലി കയറും അപ്പ. പുതിയ ജോലിയോ? എന്ത് ജോലിയാ മോനെ? ആരാ മോനെ ഈ ജോലിയെന്ന്? ആ വൃദ്ധന്റെ വാക്കിൽ സന്തോഷത്തോടൊപ്പം ആകാംക്ഷയും നിറഞ്ഞു നിന്നു. ശിവൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അറച്ചു നിന്നു. ഞാൻ വെങ്കിയുടെ ദ്രൗപതിയെ കണ്ടെത്തിയപ്പ. അവൻ പറയുന്ന വിശ്വസിക്കാനാവാതെ സുബ്രഹ്മണ്യൻ നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവ! അയാൾ വിശ്വസിക്കാനാവാതെ വിളിച്ചു. സത്യപ്പ, ഞാൻ കണ്ടു. അവിടെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എങ്ങനെ? അയാളുടെ ശബ്ദം കയറി. അത് ശിവൻ ദ്രൗപതിയെ കണ്ട മുതൽ ഇപ്പോൾ ഹാജിയാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു. ഒരു വിറയലോടെയാണ് സുബ്രഹ്മണ്യനെല്ലാം കേട്ടിരുന്നത്. ശിവ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കാകെ പേടിയാവുന്നു. എൻ്റെ കുഞ്ഞ്. അയാൾ തന്റെ പേരക്കിടാവിനോർത്ത് വേദനയോടെ പറഞ്ഞു. ഒന്നും പറ്റില്ലപ്പാ, ഞാനല്ലേ പറയുന്നത്. അവൻ പറയുന്നേട്ട് അയാൾ അതേന്ന് തലയാട്ടി. എന്നാലും വെങ്കി എങ്ങനെ ഇതുപോലൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു?
എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പ പറയുന്നേട്ട് ശിവൻ അല്ലെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്ത എങ്ങനെ ദ്രൗപതിയെ പോലൊരു പെണ്ണിന് വെങ്കിയെ പോലൊരു പയ്യൻ ഇഷ്ടപ്പെട്ടു എന്നാ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താടാ എൻ്റെ മോൻ്റെ കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല. അവനെ അയാളെ കളിയാക്കി. വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്തൊരു ചെറുക്കണ് ജാൻസി റാണിയെ പോലൊരു പെണ്ണ്. എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അവൻ മരിക്കുന്നതിന് മുന്നേ അവസാനമായിട്ട് പറഞ്ഞ് ദ്രൗപതിയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടെന്ന് മാത്രം. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കാതിരിക്കുക? അയാൾ വേദനയോടെ പറഞ്ഞു. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടപ്പ. ഇന്നലെ ഞാൻ രക്ഷിച്ചുകൊണ്ട് എന്നെ ആ കുഞ്ഞിനെ സംരക്ഷണം ഏൽപ്പിക്കാമെന്ന് ചോദിക്കാൻ വിളിപ്പിച്ച. ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ, പിന്നെ അവളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അപ്പം മുമ്പ് പറഞ്ഞ് അവളെക്കുറിച്ചാണെന്ന്. എൻ്റെ വെങ്കിയുടെ കുഞ്ഞ്. അതും പറഞ്ഞ അയാൾ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്തു. എനിക്കൊന്ന് കാണിച്ചു തരൂ. ഞാൻ അയാളെന്തോ പറയാമെന്ന് ശിവൻ പറഞ്ഞു. അപ്പാ ഞാൻ അവരെ കണ്ടെത്തിയെന്ന് അപ്പയെ അറിയിച്ച. പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ വെങ്കിയുടെ അച്ഛനും അമ്മയായിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന അവൾക്ക് നിങ്ങൾക്ക് ദോഷമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്നാലും ഒരെന്നാലുമില്ല, ഒരുറപ്പ് ഞാൻ തരാം. അപ്പയുടെ ചെറുമകൻ ഒരു കുഴപ്പം കൂടായി ഭൂമിയിലേക്ക് വരികയും അവനിവിടെ ജീവിക്കുകയും ചെയ്യും. ഇത് ഞാൻ തരുന്ന വാക്കാ. അവന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ആ വൃദ്ധൻ അവനെ നിറകണ്ണുകളോടെ നോക്കി. അപ്പ ചെല്ല്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പ ആദ്യയോട് ലച്ചുവിനോട് തിരികെ പഠിക്കാൻ പോകാൻ പറയണം. അവരുടെ ഫീസ് ഞാൻ അടച്ചോളാം. ശിവ, അത് അപ്പോൾ ഒന്നും പറയണ്ട. പിന്നെ എന്നെ തിരക്കി ഇനി അമ്പലത്തിൽ വരണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പയെ വന്ന് അറിയിച്ചോളാം. എനിക്കിപ്പോൾ ഫോണൊക്കെ ഉണ്ടടാ, നീ എന്നെ വിളിച്ചാൽ മതി. ആദ്യം വിളിച്ചു നിർബന്ധിച്ചവരെന്നെ ഏൽപ്പിച്ചതാ. ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുമെന്ന് പറഞ്ഞ്. അത് നന്നായി. അപ്പോൾ നമ്പർ എനിക്ക് തന്നേ. അയാൾ ലച്ചു എഴുതി കൊടുത്ത അയാളുടെ ഫോൺ നമ്പർ ശിവന് കൊടുത്തു. അവനത് ഭദ്രമായി പോക്കറ്റിലേക്ക് വെച്ചു. പിന്നെ അവളോട് യാത്ര പറഞ്ഞു. സൂക്ഷിക്കണം, എടുത്തിയാടിയൊന്നും ചെയ്യരുത്. അയാൾ അവനെ ഉപദേശിച്ചു. ഇല്ലപ്പോ ഞാൻ ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞ് ശിവൻ നടന്നുപോയി. അവനിപ്പോൾ തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും അവന് തോന്നുന്ന മാത്രമേ ചെയ്യൂ എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. തന്നെ എതിർക്കാൻ വയ്യാത്തതുകൊണ്ട് തൻ്റെ മുമ്പിൽ മാത്രമേ അവൻ എപ്പോഴും കുറച്ച് സൗമ്യമായി സംസാരിക്കാറുള്ളൂ എന്ന് ശിവൻ നടന്നു പോകുന്നത് നോക്കിയിരുന്നപ്പോൾ അയാൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു. ശിവൻ തിരികെ അവർ താമസിക്കുന്ന അമ്പലത്തിലെത്തുമ്പോൾ രാത്രിയായി. അപ്പോഴേക്കും പൂജകളെല്ലാം കഴിഞ്ഞ് അമ്പലം അടച്ചിരുന്നു. അവൻ അമ്പലക്കുളത്തിലേക്ക് ചെന്ന് ആ തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നു. ദ്രൗപതിയുടെ വീട്. തന്റെ മുന്നിലിരിക്കുന്ന ബദാമിൽ നിന്ന് ദ്രൗപതിയുടെ അടുത്ത് വായിലേക്ക് ഇട്ടു. ഒപ്പം അടുത്തായിരുന്ന ചിക്കൂഷിയെ കൽപ്പെടുത്ത് കുടിച്ചു. പിന്നെ തന്റെ മുന്നിലിരിക്കുന്ന ഫയലുകൾ ഓരോന്നായി നോക്കി. ഒപ്പം മുന്നിലെ ലാപ്പിൽ കാണുന്ന CCTVയിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. വീടിന്റെ ഓരോ ഭാഗത്തായി കാണുന്ന CCTV ദൃശ്യങ്ങളിലേക്ക് അവൾ മാറി മാറി നോക്കി. അതിലൊന്ന് വലുതാക്കി അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അത് ഗേറ്റിന് മുമ്പിലത്തെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. റോഡിന് ഓപ്പോസിറ്റായി കുറച്ചകലെയായി കിടക്കുന്ന കറുത്ത താറിലേക്ക് അവൾ ഉറ്റുനോക്കി. ആരെയോ കാത്തെന്നോ അതോ എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ ആ താർ അവിടെ കുറച്ച് രാത്രികളായി ഉണ്ടെന്ന് അവൾ ഓർത്തു. ഒപ്പം അത് തനിക്ക് നേരെയാണെന്ന് അവളൊന്ന് സൂം ചെയ്ത് നോക്കി. രാത്രിയിൽ ഇരുണ്ട വെളിച്ചത്തിൽ അവൾക്കൊന്നും കാണാൻ പറ്റിയില്ല. നമ്പർ പ്ലേറ്റിലെ മഞ്ഞ കളർ കണ്ട് അതൊരു ന്യൂ രജിസ്റ്റേർഡ് വണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ ആൾക്കാരോട് ആ വണ്ടിയൊന്ന് ചേസ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അതിവിദഗ്ധമായി വഴിയിലൂടെ അപ്രത്യക്ഷമാവുന്ന ആ താറിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു. പിന്നെ ആ വണ്ടിയെ ചേസ് ചെയ്ത് കണ്ടെത്തേണ്ടെന്ന് താൻ അവരോട് പറഞ്ഞതാണ്. ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ അറിഞ്ഞിട്ട് മതി ഇനി അങ്ങോട്ടൊരു ആക്രമണത്തിന് പോവേണ്ടെന്ന് താൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അവനെ പിടിക്കാൻ പറ്റുന്നില്ലെന്ന അറിവ് അവന് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകും. അത് ഈ അവസ്ഥയിൽ തനിക്ക് ദോഷം ചെയ്യും. ദ്രൗപദി ആലോചനയോടെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. രാത്രിയിൽ വളരെ വൈകിട്ടും ആ വാഹനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിലിരുന്ന ഗ്ലൗസ് ഇട്ട കൈകൾ ആ സ്റ്റിയറിംഗിലായി താളം പിടിച്ചു. ഒപ്പം അവന്റെ കണ്ണുകൾ ആ വലിയ ഗേറ്റിനുള്ളിലേക്കായിരുന്നു. ആ ഇരുട്ടോ തണുപ്പോ ഒന്നും അയാളെ ബാധിച്ചതേയില്ല. ശിവൻ പതിവ് പോലെ കൃത്യസമയത്തിന് ഉണർന്നു. അവന്റെ രാവിലത്തെ ജോലികളെല്ലാം ഒതുക്കി വന്നപ്പോഴേക്കും ആ വയസ്സിയും എത്തിയിരുന്നു. ശിവ, എത്തിയോ? ഇനി മുതൽ കുറച്ച് നേരത്തെ വരണം. ഞാനിനി കുറച്ചു നാൾ ഇവിടെ കാണില്ല. അവന്റെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ട് അവർ അമ്പരന്ന് പോയി. എന്താടാ, എന്തെങ്കിലും കേസിൽ പെട്ടോ നീ? അവരുടെ വാക്കുകളിൽ ആദ്യമായിരുന്നു. ഇല്ലതാളെ, ഇത്തിരി വലിയൊരു ജോലി കിട്ടി. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. പിന്നെ എന്റെ ചെടികളെല്ലാം നോക്കിക്കൊള്ളണം. പ്രാവിനെയൊക്കെ പറ്റിയെങ്കിൽ തുറന്നു വിട്ടേര്. അവൻ പറയുന്ന കേട്ട് അവർ വിശ്വസിക്കാനാവാൻ നിന്നു. പോലീസ് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഈ അമ്പലം വിട്ട് എവിടെയും പോകാത്തവനാണ്. പിന്നെ എവിടേക്ക്? അവർ ആലോചനയോടെ നിന്നു. അപ്പോഴേക്ക് അവനൊരു കൂവളമാല കിട്ടി തിരുമേനി കൊടുത്തുകൊണ്ട് അകത്തെ വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുതു. കൂടെ ഉണ്ടാവണേ, അത്രമാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. പിന്നെ അവന്റെ കുറച്ച് ഡ്രസ്സുകൾ ഒരു കൊച്ചു ബാഗിലായി എടുത്തുകൊണ്ട് അവൻ ഇറങ്ങി. എവിടേക്കാണ് അവൻ പോകുന്നതെന്ന് അറിയില്ലെങ്കിലും ഒരത്ഭുതത്തോടെ ആ വയസ്സ് ഈ അമ്പലത്തിലെ പൂജാരിയെ നോക്കി നിന്നു. അവനിനി തിരികെ വരില്ലേ? അവരുടെ മനസ്സിൽ അപ്പോൾ ആ ചിന്തയായിരുന്നെങ്കിൽ തിരികെ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ യാത്രയിൽ ശിവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ശിവൻ ആജിയാരുടെ വീടിന് മുമ്പിൽ ചെന്ന് ബെല്ലടിക്കുമ്പോൾ നേരം 7:30 ആവുന്നേ ഉള്ളൂ.
വാതിൽ തുറന്ന സിദ്ദീഖ് ഇത്രയും രാവിലെ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. പോവാം, അവൻ അയാളോട് ചോദിച്ചു. അത് പെട്ടെന്ന് സിദ്ദീഖ് ഒന്ന് പതിരെങ്കിലും അവനെ നോക്കി തലയാട്ടി. ശിവ, കയറിയിരിക്കുക, കാപ്പി ഇടിച്ചിട്ട് പോവാം. ആചാര്യ അവിടേക്ക് വന്നുകൊണ്ട് ശിവനോട് പറഞ്ഞു. വേണ്ട, പോവാം. അല്ലെങ്കിൽ വീട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ഒട്ടും പരിചയമില്ലാത്തപ്പോൾ അവന്റെ സംസാരത്തിൽ ആചാര്യ സിദ്ദീഖിന്റെ കൂടെ ചെല്ലാൻ കണ്ണുകാട്ടി. സിദ്ദീഖ് അയാളെ നോക്കി തലയാട്ടിക്കൊണ്ട് ഇറങ്ങി. ഒപ്പം ശിവനും. അയാളോട് ശരിയെന്ന് പറഞ്ഞ് അതിന് മറുപടി പ്രതീക്ഷിക്കുകയോ തിരിഞ്ഞിൽക്കുകയോ ചെയ്യാതെ സിദ്ദീഖിനൊപ്പം കാറിൽ കയറി. ആ വാഹനം അവരെയും കൊണ്ട് ദ്രൗപദിക്കരിയിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. സിദ്ദീഖ് എന്തോ ചോദിച്ചതിന് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞ് ശിവൻ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. വളരെ തിരക്കേറിയ റോഡിലൂടെയായിരുന്നു അവരുടെ കാറ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവന് ഓരോന്നും നോക്കി മനസ്സിലാക്കുന്ന തിരക്കിലായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് അല്പം മാറി അത്രയും തിരക്കില്ലെങ്കിലും അതുപോലെ തന്നെയൊക്കെയുള്ള റോഡിലേക്ക് കാറ് തിരിഞ്ഞു. അല്പം മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു വളവാണ്. ആ വളവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ഗേറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞു, അതാണ് ദ്രൗപദിയുടെ വീട്. ശിവൻ അവിടേക്ക് നോക്കി. പിന്നെ അവന്റെ കണ്ണുകൾ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളായി നോക്കിക്കൊണ്ടിരുന്നു. വളവിന് മുന്നിലായി കണ്ട ഒരു ചെറിയ ചായക്കടയിലേക്ക് അവന്റെ നോട്ടം ചെന്ന് നിന്നു. അപ്പോഴേക്കും കാറ് ഗേറ്റിനടുത്ത് എത്തിയിരുന്നു. പെട്ടെന്ന് ഗേറ്റ് തനിയെ ഓപ്പണായി. ശിവൻ അതിശയത്തോടെ അതിലേക്ക് നോക്കി. കാർ അല്പം മുന്നിലേക്ക് ചെന്ന് വലിയൊരു വീടിന്റെ കാർ പോർച്ചിലായി നിന്നു. അവൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ പടിയിലായി ഒരാൾ അവരെ കാത്തു നിൽക്കുന്ന അവൻ കണ്ടു. അസീസ്ക? സിദ്ദീഖ് അയാളെ വിളിക്കുന്ന കേട്ട് അസീസ് അവനെ നോക്കി. നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേ കരീമിക്കനെ വിളിച്ചിരുന്നു, അദ്ദേഹം വെളിയിലിറങ്ങിയെന്ന്. സിദ്ദീഖ് അയാളെ നോക്കി ചിരിച്ചു. പിന്നെ ശിവനോടായി പറഞ്ഞു, ശിവ, ഇതാണ് അസീസ്ക, കരീമിക്കാന്റെ വലങ്കയ്യാള്. ഇപ്പോഴത്തെ ദ്രൗപദിയുടെ അവസ്ഥ ഇതായതുകൊണ്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ടാ. ശിവൻ അയാളെ നോക്കിയതല്ലാതൊന്നും മിണ്ടിയില്ല. അസീസ് അവനെ നോക്കി ചിരിച്ചു. ഒരു ഭാവഭേദമില്ലാതെ നിൽക്കുന്നവനെ ചെറുപിഞ്ചിരിയോടെ തന്നെ അയാൾ നോക്കി നിന്നു. അയാൾ ശിവനോട് എന്തോ പറയാൻ വന്നു. വാതിൽക്കിലേക്ക് ദ്രൗപദി വന്ന് ഒരുമിച്ചായിരുന്നു. ശിവൻ അവളെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ ആ ഉദരത്തെ പുൽകിയെങ്കിലും അവൻ വേഗം തന്നെ നോട്ടം മാറ്റി. എല്ലാവരുടെയും നോട്ടം ബ്ലൂ ജീൻസും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ദ്രൗപദിയിലായിരുന്നു. അവളുടെ കയ്യിലായി ചെറിയ ബാഗും കുറച്ച് ഫയലുകളും ഉണ്ടായിരുന്നു. അസീസിക്കയുടെയും സിദ്ദീഖിന്റെയും കൂടെ നിൽക്കുന്ന ശിവനെ ദ്രൗപദി അടിമുടി നോക്കി. സിദ്ദീഖിന്റെ കണ്ണുകൾ രണ്ടുപേരെയും അന്തം വിട്ട് മാറി മാറി നോക്കി. കാരണം രണ്ടുപേരുടെയും വേഷം ഒരുപോലെയാണ്, ബ്ലൂ ജീൻസും ബ്ലൂ ജീൻസിന്റെ ഷർട്ടും. ദ്രൗപദി അത് ശ്രദ്ധിച്ചെങ്കിലും ശ്രദ്ധിക്കാത്ത പോലെ നിന്നു. മോളിറങ്ങാറായോ? അസീസ് അവളോട് ചോദിച്ചു. പോയിക്ക, ഇപ്പൊ തന്നെ സമയം 8:30 അവളുടെ സംസാരം കേട്ട് അസീസ് സംശയത്തോടെ അവളെ നോക്കി. മുന്നിൽ നിൽക്കുന്ന ശിവനെ കണ്ടിട്ടും അവൾ വേറൊന്നും ചോദിക്കുന്നില്ലെന്നത് അയാൾ അത്ഭുതപ്പെടുത്തി. ശിവൻ എന്ത് തോന്നിക്കാണുന്ന ചിന്തയിൽ അവനെ നോക്കിയപ്പോൾ അസീസ് കാണുന്നത് എങ്ങോ നോക്കി നിൽക്കുന്നവനെയാണ്. അവൻ അവളെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവളെ എന്നല്ല, ഇവിടെ നിൽക്കുന്ന ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് അയാൾ അത്ഭുതപ്പെടുത്തി. അസീസ് ഞെട്ടിലോടെ തിരിഞ്ഞ് സിദ്ദീഖിനെ നോക്കി. അവൻ ഇവർ രണ്ടുപേരെയും നോക്കും തിരക്കിലാണെന്ന് കണ്ട് ദ്രൗപദിയെ നോക്കി പറഞ്ഞു. മോളെ ശിവൻ. അയാൾ പറഞ്ഞു തുടങ്ങിയതും ദ്രൗപദി മുഖം കൂർപ്പിച്ച് അയാളെ നോക്കി. അല്ല, അവനോട് എന്താ ഏതായെന്നൊന്നും സംസാരിച്ചില്ലല്ലോ. എനിക്കൊന്നും പറയാനില്ല. അതിനു മറുപടിയായി ദ്രൗപദി പെട്ടെന്ന് തന്നെ പറഞ്ഞു. അത് കേട്ട് അസീസ് ശിവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇത് കേട്ടിട്ട് അവന് യാതൊരു ഭാവമാറ്റവും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പോവാം, ദ്രൗപദി അസീസിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അയാൾ തലയാട്ടി സമ്മതിച്ചു. ശരിയെന്നാ, ഞാൻ ഇറങ്ങാം. അസീസ്ക, അസ്സലാമു അലൈക്കും. ആദ്യം ദ്രൗപദിയെയും പിന്നെ ശിവനെയും നോക്കി പറഞ്ഞിട്ട് അസീസിനെ നോക്കി തലയാട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.